നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. എയർപോർട്ടുകളിലെ ഏതാണ്ട് 131 ഒഴിവുകളിലേക്ക് നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വിവിധ വിഷയങ്ങളിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക് 3 കമ്പനികളിലെ ബൾക്ക് അവസരങ്ങൾ. വിവിധ വിഷയങ്ങളിൽ ഡിഗ്രി എന്ന് പറയുമ്പോൾ BSc, BA, BCom തുടങ്ങിയിട്ട് BTech, ME, MTech വരെയുള്ളവർക്കുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിവിധ അവസരങ്ങൾ, പ്രത്യേകിച്ച് ഫ്രഷേഴ്സിനെ ബൾക്കായിട്ട് എടുക്കുന്ന റിക്രൂട്ട്മെന്റ് ഡ്രൈവുകളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിലവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് വിദേശത്ത് സൗജന്യമായിട്ട് PG മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കുന്നതിനുള്ള ഒരു അവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കട്ടെ. എല്ലാ ഡിഗ്രിക്കാർക്കും സൗജന്യമായിട്ട് പഠിക്കുവാനുള്ള അവസരങ്ങളുണ്ട്. എന്നാൽ ഒരു 65-70% എങ്കിലും ഡിഗ്രിക്ക് മിനിമം നേടിയിരിക്കണം. എന്നാൽ BTechകാർക്ക്, പ്രത്യേകിച്ച് സിവില്, മെക്കാനിക്കല്, കെമിക്കല്, ഇലക്ട്രിക്കല് ഈ ബ്രാഞ്ചില് BTech കഴിഞ്ഞവർക്ക് 55% ഉണ്ടെങ്കിൽ പോലും സൗജന്യമായിട്ട് വിദേശത്ത് മാസ്റ്റേഴ്സ്, MS, MTech ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ പഠിക്കുന്നതിന് ഒരു ലിമിറ്റഡ് പീരീഡിലേക്ക് ഒരു അവസരം ലഭ്യമായിട്ടുണ്ട്. ഈ അവസരം ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഫെബ്രുവരി 15 വരെ ആയിരിക്കും ലഭ്യമാവുക. അപ്പോൾ ഇത് ജർമ്മനിയിലായിരിക്കും സൗജന്യമായിട്ട് പഠിക്കുവാനായിട്ട് കഴിയുക. ജർമ്മനിയിലെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികൾ, പബ്ലിക് യൂണിവേഴ്സിറ്റികളിലായിരിക്കും ഈ ഒരു അവസരം ഉള്ളത്. IELTS 6.5 ലഭിച്ചാൽ മതിയാകും. ജർമ്മൻ ലാംഗ്വേജ് ഒന്നും അറിയേണ്ട, ഇംഗ്ലീഷ് മീഡിയത്തിലായിരിക്കും പഠനം. പാർട്ട് ടൈം ജോലികൾ ലഭ്യമാകും. എന്ന് മാത്രമല്ല PR ഓപ്ഷൻസ്, പെർമനന്റ് റെസിഡൻസിലേക്കൊക്കെ പോകാനുള്ള അവസരങ്ങളുണ്ട്. 1.5 വർഷം പഠനശേഷം സ്റ്റേ ബാക്ക് ലഭ്യമാകും. അപ്പൊ ഈ ഒരു മികച്ച അവസരം വിശദമാക്കുന്ന വീഡിയോ ഇതിനു മുമ്പ് ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട്. അതിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയേക്കാം. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഈ ഒരു അവസരം ഒരുക്കുന്ന ഷ്രിൻസ് കൺസൾട്ടൻസി നിങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതായിരിക്കും. അതല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ നൽകിയിരിക്കുന്ന നമ്പറിൽ ഇവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ അവസരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. ഓർക്കുക, എല്ലാ ഡിഗ്രിക്കാർക്കും 65-70% മേളിൽ മാർക്ക് ഉണ്ടെങ്കിൽ ഈ അവസരം ലഭ്യമാണ്. എന്നാൽ BTechകാർക്ക്, അത് സിവിൽ, മെക്കാനിക്കല്, കെമിക്കല്, ഇലക്ട്രിക്കൽ വിഷയത്തിൽ കഴിഞ്ഞവർക്ക് 55% തൽക്കാലം മതിയാകുന്ന ഒരു മികച്ച അവസരമാണിത്. ആദ്യത്തെ അവസരം തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ ലഭ്യമായിരിക്കുന്ന ഒരു അവസരമാണ്. ടെക്നോ പാർക്കിലുള്ള ലിവാറസ് ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കമ്പനി ഫ്രഷേഴ്സിനെ ഹയർ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് 2022-ലും 2023-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവരും ഇപ്പോൾ 2024 പാസ് ഔട്ട് ആകാൻ പോകുന്ന ഇപ്പോഴത്തെ ഫൈനൽ ഇയറുകാർക്കും അപ്ലൈ ചെയ്യാം. BCA അല്ലെങ്കിൽ MCA അല്ലെങ്കിൽ BTech, അത് കമ്പ്യൂട്ടർ സയൻസ്, IT, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക്, അല്ലെ ME, MTechകാർക്കും ഒക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ബാക്ക് എൻഡ് ടെക്നോളജീസ്, പ്രത്യേകിച്ച് ജാവ അല്ലെങ്കിൽ PHP, .NET, Python ഇതേതെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കുക. അതല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ടെക്നോളജീസ്, ജാവ സ്ക്രിപ്റ്റ്, ആംഗുലർ, റിയാക്ട് പോലെയുള്ളവ അറിഞ്ഞിരിക്കുക. അതല്ലെങ്കിൽ ഡേറ്റാബേസ്, ഉദാഹരണത്തിന് MySQL അല്ലെങ്കിൽ MS SQL പോലുള്ള ഡേറ്റാബേസുകൾ ഏതെങ്കിലുമൊക്കെ അറിഞ്ഞിരിക്കുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവർക്കായിരിക്കും ടെക്നോ പാർക്കിലെ ഈ കമ്പനിയിലെ അവസരങ്ങൾ. മാർക്ക് പെർസെൻറ്റേജ് ഒന്നും സൂചിപ്പിക്കുന്നില്ല. അപ്പൊ ഇതിന് താല്പര്യമുള്ളവർക്ക് jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ പോകാം. അവിടെ പോയിട്ട് ഈ ലിവാറസ് എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്തുക. അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ സൂചിപ്പിക്കുന്ന പോലെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ സ്കിൽസും അച്ചീവ്മെന്റ്സും ഒക്കെ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്യണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിൽ ഇവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ ആയിരിക്കും ഇവരെ ടെസ്റ്റിന് വേണ്ടിയിട്ടും മറ്റ് പ്രോസസ്സിന് വേണ്ടിയും ക്ഷണിക്കുക. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഷോർട്ട് ലിസ്റ്റഡ് ആയി ഈ കമ്പനിയിലെ അവസരങ്ങളിലേക്ക് എത്തുവാൻ കഴിയും എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പം കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് പരിശോധിക്കുക. ഇനി ഞാൻ എല്ലാ ഡിഗ്രിക്കാർക്കും ലഭ്യമായിരിക്കുന്ന ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം. ഒമേഗ ഹെൽത്ത് കെയർ, ഇത് ഈ റവന്യൂ സൈക്കിൾ മാനേജ്മെന്റിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. കോയമ്പത്തൂർ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവര് റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. എനി ഡിഗ്രി എന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് 2023-ൽ കഴിഞ്ഞവരും ഇപ്പോൾ 24-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്നവർക്കും ഒക്കെ അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. BA, BSc, BCom, BBA, BTech ഇങ്ങനെയുള്ള ഏത് ഡിഗ്രി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. US ഷിഫ്റ്റിൽ, അതായത് നൈറ്റ് ഷിഫ്റ്റിലൊക്കെ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണം. 2.6 lakhs പെർ ആനമാണ് ഇതിന്റെ വാർഷിക ശമ്പളം. കോയമ്പത്തൂർ ടൈഡൽ പാർക്ക് ആയിരിക്കും വർക്ക് ലൊക്കേഷൻ. അപ്പോൾ ഈ ഒമേഗ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത് ഭാരത് മാതാ കോളേജിന്റെ പ്ലേസ്മെന്റ് സെല്ലാണ്. ജനുവരി 30 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയും. ഇതിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓൺലൈൻ ടെസ്റ്റ് കാണും.
ആ ടെസ്റ്റ് നിങ്ങൾ വീട്ടിലിരുന്നോ നിങ്ങൾക്ക് സൗകര്യമുള്ളിടത്ത് നിന്ന് എഴുതാം. അതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർക്ക് ബാക്കി ഇന്റർവ്യൂ പ്രോസസ്സിലൂടെ ആയിരിക്കും ഫൈനൽ സെലക്ഷനിലേക്ക് എത്താൻ കഴിയുക. ഇതിൻ്റെയും കൂടുതൽ വിവരങ്ങൾ ഒന്നുകിൽ നമ്മുടെ സൈറ്റിൽ പോവുക, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്ക് പരിശോധിക്കുക. ഈ എയർപോർട്ടിലെ അവസരങ്ങളൊക്കെ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് എഞ്ചിനീയേഴ്സിന്, പ്രത്യേകിച്ച് ബിടെക് അതൊക്കെ കഴിഞ്ഞവർക്കൊക്കെയുള്ള 2 അവസരങ്ങൾ കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. ആദ്യത്തെ അവസരം ജിൻഡാൽ സ്റ്റീലിലാണ്. ജിൻഡാൽ സ്റ്റീൽ ആൻഡ് പവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ തന്നെ ഒരു പ്രമുഖമായിട്ടുള്ള ഈ സ്റ്റീൽ മാനുഫാക്ചറിംഗ് ഒക്കെ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഇവര് ബിടെക്കുകാരെ ഹയർ ചെയ്യുന്നുണ്ട്, അല്ലെ എംടെക്കുകാരെ ഹയർ ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു പൊസിഷന്റെ പേര് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ ട്രെയിനി എന്ന പൊസിഷൻ ആയിരിക്കും. അപ്പം ആർക്കായിരിക്കും ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക? ബിടെക് അല്ലെ എംടെക്. അത് ബ്രാഞ്ചസ് മെക്കാനിക്കല്, മെക്കട്രോണിക്സ്, മെറ്റലർജി, ഇലക്ട്രിക്കല്, സെറാമിക്, കെമിക്കല്, സേഫ്റ്റി ആൻഡ് ഫയർ, ഇൻസ്ട്രുമെന്റേഷന്, ഇലക്ട്രോണിക്സ്, മൈനിങ്, ഇങ്ങനെയൊക്കെയുള്ള ബ്രാഞ്ച് കഴിയുന്നവർക്ക്. അത് 2023 കഴിഞ്ഞവർക്കാണ് ഈ ഒരു അവസരം ഉള്ളത്. അവർക്ക് മാർക്ക് പെർസെൻറ്റേജ് സൂചിപ്പിച്ചിരിക്കുന്നത് 10th-ലും 12th-ലും മിനിമം 60% മാർക്ക് നേടിയിരിക്കണം. ഡിഗ്രിക്ക്, അതായത് ബിടെക്കിന് റിസൾട്ട് വന്നതുവരെ, അല്ലെ എംടെക്കിന് റിസൾട്ട് വന്നതുവരെ 65% മാർക്ക് നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആക്റ്റീവായിട്ടുള്ള ബാക്ക്ലോഗ്സ് കാണല് എന്നും സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ രാജ്യത്തെ ഒരു പ്രമുഖമായിട്ടുള്ള കമ്പനിയിൽ ഈ എഞ്ചിനീയേഴ്സിന് ജോലി തേടുന്നതിനുള്ള ഒരു നല്ല അവസരമാണ്. എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ സൂചിപ്പിക്കാം. അതിന് മുമ്പായിട്ട് അടുത്ത അവസരം കൂടി ഒന്ന് സൂചിപ്പിക്കട്ടെ. ഫിൽട്രോവിൻ ഇൻഡസ്ട്രീസ് എന്ന കമ്പനിയിലേക്ക്, നമ്മുടെ കൊച്ചിയിലുള്ള സ്പെഷ്യൽ എക്കണോമിക് സോണിൽ സെസ്സിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. അപ്പൊ ഇവര് ക്വാളിറ്റി അസിസ്റ്റന്റ് ക്വാളിറ്റി കൺട്രോൾ ട്രെയിനി എന്ന തസ്തികയിലേക്ക് ബിടെക് മെക്കാനിക്കലുകാരെ ഹയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ 2 റിക്രൂട്ട്മെന്റിന്റെയും ഡീറ്റെയിൽസ് jobsbridge.com എന്ന നമ്മുടെ സൈറ്റിൽ ലഭ്യമാണ്. അവിടെ പോയിട്ട് കമ്പനിയുടെ പേര് വെച്ച് സെർച്ച് ചെയ്ത് കണ്ടെത്തുക, അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് എയർപോർട്ടുകളിൽ ലഭ്യമായിരിക്കുന്ന 130ഓളം ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ഒന്ന് പരിശോധിക്കാം. AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡ് ആണ് ഈ ഒരു അവസരം ഒരുക്കുന്നത്. AI എയർപോർട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ മുമ്പ് എയർ ഇന്ത്യ എയർ ട്രാൻസ്പോർട്ട് സർവീസസ് എന്ന് അറിയപ്പെട്ടിരുന്ന കമ്പനിയാണ്. ഇപ്പൊ ഇവര് 17-ാം തീയതി ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ ആയിരിക്കും. ചെന്നൈയിലും മുംബൈയിലുമായിരിക്കും അവസരങ്ങളുള്ളത്. സെക്യൂരിറ്റി എക്സിക്യൂട്ടീവ് എന്ന തസ്തികയിലേക്ക് ചെന്നൈയിൽ 34 ഒഴിവുകളാണ്, മുംബൈയിൽ 96 ഒഴിവുകളുണ്ട്. ഇതിന്റെ വോക്ക് ഇൻ ഇന്റർവ്യൂ ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ ചെന്നൈയിൽ വെച്ചിട്ടും മുംബൈയിൽ വെച്ചിട്ടും നടക്കുന്നുണ്ട്. അതിന്റെ വെന്യൂവിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ആർക്കായിരിക്കും ഈ വോക്ക് ഇൻ ചെയ്യുവാൻ കഴിയുക എന്ന് ഞാൻ സൂചിപ്പിക്കാൻ മുമ്പായിട്ട് ഓർക്കുക, ഇത് ഒരു ഫിക്സഡ് ടേം കോൺട്രാക്ട് ബേസിസിലുള്ള റിക്രൂട്ട്മെന്റ് ആയിരിക്കും. 3 ഇയേഴ്സിനായിരിക്കും റിക്രൂട്ട്മെന്റ് എന്നുള്ള കാര്യം അറിയുക. എയർപോർട്ട് സർവീസസ് മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒന്ന് പരിശോധിക്കാം. ഇവിടെ വന്നാൽ ഇതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. കാൻഡിഡേറ്റ് ഷുഡ് ഹാവ് കംപ്ലീറ്റഡ് ഫുൾ ടൈം ഡിഗ്രി, അതായത് 10th കഴിഞ്ഞ് +2 കഴിഞ്ഞ് 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞവർക്കായിരിക്കും ഈ ഒരു അവസരം. NCC സർട്ടിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞവർക്ക് പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സെക്യൂരിറ്റി ഓഫീസർ എക്സിക്യൂട്ടീവ് പോലുള്ള ജോലികളായതുകൊണ്ട് തന്നെ NCC-ക്കാർക്ക് ഒരു പ്രിഫറൻസ് നൽകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ സെലക്ട് ആയാൽ ഭാവിയിൽ ഇവരുടെ ചില സർട്ടിഫിക്കേഷനുകളൊക്കെ എടുക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് പ്രതിമാസം 1000-1500 രൂപയൊക്കെ എക്സ്ട്രാ പേയ്മെന്റ് ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എനിവേ ഇതിന്റെ പേ പാക്കേജ് 27,450 രൂപയാണ് പ്രതിമാസം. പ്രായം 28 വയസ്സാണ്. എന്നാൽ OBC-ക്കാർക്ക് 3 വർഷത്തെയും SC/ST-ക്കാർക്ക് 5 വർഷം വരെയും ഒക്കെ ഇളവുകൾ പ്രായത്തിൽ ലഭ്യമാകും. ജോലിയുടെ ഒരു സ്വഭാവമൊക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. സെക്യൂരിറ്റി എക്സിക്യൂട്ടീവായിട്ട് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ചെയ്യേണ്ടതായിട്ട് എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ട്രെയിനിങ്ങുകളൊക്കെ കമ്പനി ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ സെലക്ഷൻ എപ്രകാരമായിരിക്കും കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വോക്ക് ഇൻ ഇന്റർവ്യൂ ഞാൻ അതിൻ്റെ വെന്യൂവും ഡേറ്റും ഒക്കെ സൂചിപ്പിച്ചു. നിങ്ങൾ ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ ഇവരൊരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. 500 രൂപയുടെ ഒരു DDയും കൂടി AI എയർപോർട്ട് സർവീസിന്റെ പേരിൽ എടുക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അവർക്ക് ഇവരുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ തന്നെയുള്ള തുകയാണ്. ഇതിലുപരി ആരെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ കാശടയ്ക്കാനൊക്കെ പറഞ്ഞാൽ ശ്രദ്ധാപൂർവം വേണം അതിനെ സമീപിക്കുവാൻ. അതുപോലെ അപ്ലൈ ചെയ്യേണ്ടതും AI എയർപോർട്ട് സർവീസസ് ലിമിറ്റഡിന്റെ പേരിലായിരിക്കണം DD എന്നുള്ളത്. ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ പേരിൽ തട്ടിപ്പ് നടക്കും. അതുകൊണ്ട് ശ്രദ്ധാപൂർവം വേണം ആ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്. അപ്പോൾ അപേക്ഷിക്കേണ്ട ഒരു ഫോർമാറ്റ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഇവിടെ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നൽകുന്നുണ്ട്. ഈ ഫോർമാറ്റിൽ വേണം നിങ്ങളുടെ അപേക്ഷയൊക്കെ തയ്യാറാക്കി വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇവരുടെ ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലുണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ വന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുക.
അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ അനുയോജ്യമായ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെയൊക്കെ കൃത്യമായ കാര്യങ്ങൾ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങളെ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന പോലെ jobsbridge.com നമ്മുടെ ജോബ് സൈറ്റ് ആണ്, അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടെയോ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.